പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. ഇഫ് 1 0 ഓഫ് ദി പോളിനോമിയൽ എ സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 13x പ്ലസ് 6a ഈസ് റെസിപ്രോക്കൽ ഓഫ് ദി അതർ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം. 1 0 ഓഫ് ദി പോളിനോമിയൽ ഈസ് റെസിപ്രോക്കൽ ഓഫ് ദി അതർ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആൽഫ നമുക്ക് എന്തായിട്ട് എഴുതാം? ആൽഫയെ നമുക്ക് അടുത്ത സീറോയുടെ റെസിപ്രോക്കൽ ആൽഫയെ നമുക്കപ്പം 1/β എന്ന് എഴുതാം. ബീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? 1/α എന്ന് എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? ലെറ്റ് ദ സീറോസ് ഓഫ് ദി ഇക്വേഷൻ ബി ആൽഫ ആൻഡ് ബീറ്റ. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ 1 0 ഈസ് റെസിപ്രോക്കൽ ഓഫ് ദി അതർ. അപ്പോൾ നമുക്ക് ആൽഫ ഈസ് ഈക്വൽ ടു 1/β എന്ന് എഴുതാം. അല്ലെങ്കിൽ ബീറ്റയെ നമുക്ക് എന്തെഴുതാം? 1/α എന്ന് എഴുതാം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എയുടെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പം നിങ്ങൾ ഇക്വേഷനിലൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. എ വന്നിട്ടുള്ളത് ഏതിലൊക്കെയാണ് നോക്കുക. ദിസ് ഈസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, ഈ ഫോമിലാണല്ലേ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വന്നിട്ടുള്ളത് സിയിലും എയിലുമാണ്. അതായത് ഫസ്റ്റ് ടേമിലും ലാസ്റ്റ് ടേമിലുമാണ്. അപ്പോൾ അത് വരുന്ന റിലേഷൻ മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ആൽഫ പ്ലസ് ബീറ്റ എടുത്താൽ b/a വരും, ആൽഫ ബീറ്റ എടുത്താൽ c/a വരും. അപ്പോൾ നമുക്ക് എ വന്നിട്ടുള്ളത് എയിലും സിയിലുമാണ്. അപ്പം ഏതെടുക്കണം? ആൽഫ ബീറ്റ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? ഇതിനെ നമുക്ക് ആൽഫ ബീറ്റ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്തുകൊണ്ടാണ്? 1 0 ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി അതർ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ആൽഫയും 1/α അല്ലേ. ഒരു സീറോ നമ്മൾ ആൽഫയായിട്ട് എടുക്കുന്നു. അടുത്ത സീറോ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ആൽഫ ഇൻറ്റു 1/α ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ എന്താണ്? നെഗറ്റീവ് b/a ആണ്. അപ്പോൾ നെഗറ്റീവ് b/a എന്ത് വരും? സോറി, ആൽഫ ബീറ്റ എന്താണ്? c/a ആണ്. അപ്പോൾ c എന്ന് പറയുന്നത് 6a/a സ്ക്വയർ പ്ലസ് 9. അപ്പോൾ ആൽഫ ഇൻറ്റു 1/α ഈസ് 1. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 6a/a സ്ക്വയർ പ്ലസ് 9. ഈ a സ്ക്വയർ പ്ലസ് 9 LHSലേക്ക് ട്രാൻസ്പോസ് ആകുന്നു. അപ്പോൾ എന്താവും? a സ്ക്വയർ പ്ലസ് 9 ഈസ് ഈക്വൽ ടു 6a എന്നാകുന്നു. ഇതിനെ നമുക്ക് a സ്ക്വയർ മൈനസ് 6a പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി നമുക്കിവിടെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? എ സ്ക്വയർ ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -6ഉം കിട്ടണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് എടുക്കണം. അപ്പോൾ എന്തൊക്കെ എടുക്കാം? -3ഉം -3ഉം. അപ്പം മിഡിൽ ടേമിനെ നമ്മൾ -3a പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. ഇവിടെ നിന്ന് എ കോമൺ എടുക്കാം. എ കോമൺ എടുത്താൽ ബാക്കി a-3. ഈ രണ്ട് ടേമിൽ നിന്ന് എ കോമൺ എടുത്തു. അടുത്ത രണ്ടിൽ നിന്ന് നമ്മൾ 3 കോമൺ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിന് വെളിയിൽ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ബ്രാക്കറ്റിനകത്തെ സൈൻ ചേഞ്ച് ആകും. അപ്പോൾ a-3 ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ നിന്ന് നമ്മൾ a-3 കോമൺ എടുക്കുന്നു. a-3 കോമൺ എടുക്കുമ്പോൾ ബാക്കി ഇവിടെ a ഉണ്ട്. ഇവിടുന്ന് a-3 എടുത്താൽ ബാക്കി ഇവിടെ -3 ഈസ് ഈക്വൽ ടു 0. a ഈസ് ഈക്വൽ ടു എന്ത് വരും? a ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് കിട്ടിയെന്താണ്? a ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. ഈ തന്നിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ ആദ്യം കറക്റ്റായിട്ട് എഴുതുക. ഇവിടെ തന്നെ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിയുള്ളത് മുഴുവൻ തെറ്റായിരിക്കും കേട്ടോ.